ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി ലക്ഷ്യത്തിലെത്തുന്ന പ്രാവുകൾ. അവയ്ക്കായി കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുന്ന ഉടമ. റൈസിംഗ് ഹോമർ എന്നറിയപ്പെടുന്ന പന്തയ പ്രാവുകളെ വളർത്തുന്ന അഭിലാഷിന് പറയാനുള്ളത് ആകാംക്ഷയുടെയും അഭിമാനത്തിന്റെയും കഥ കൂടിയാണ്. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് കൊട്ടിക്കൽ സ്വദേശിയായ മാടത്തിങ്കൽ അഭിലാഷിന്റെ പക്കൽ 600ഓളം പ്രാവുകളുണ്ട്. അവയിൽ ഭൂരിഭാഗവും 100 കണക്കിന് കിലോമീറ്റർ ദൂരം പിന്നിടുന്ന പന്തയ പ്രാവുകളാണ്. ഇതിപ്പോ ആദ്യം നമ്മ ഇതിന്റെ മത്സരം തുടങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 200 കിലോമീറ്റർ അല്ലെങ്കിൽ 150 കിലോമീറ്റർ ആണ്. അത് കഴിഞ്ഞാൽ അടുത്തതൊരു 350 കിലോമീറ്റർ, പിന്നെ 450, പിന്നെ 650, 750 അല്ലെങ്കിൽ 800, പിന്നെ 1000, 1100. ചെറുപ്പം മുതൽ പ്രാവ് വളർത്തൽ വിനോദമാക്കിയ അഭിലാഷ് 3 വർഷം മുൻപാണ് റേസിംഗ് ഹോമർ മത്സരത്തിലേക്ക് തിരിഞ്ഞത്. ഒരു നിശ്ചിത സ്ഥലത്ത് നിന്ന് ഒരേ സമയം പറത്തിവിടുന്ന പ്രാവുകൾ തങ്ങളുടെ യജമാന്റെ താവളത്തിൽ തിരിച്ചെത്തുന്ന സമയം കണക്കാക്കിയാണ് മത്സര വിജയിയെ തിരഞ്ഞെടുക്കുന്നത്. പന്തയ പ്രാവുകളുടെ കാലിൽ കോഡ് നമ്പറും ഉടമയുടെ ഫോൺ നമ്പറും ഉണ്ടാകും. ചെറിയ കുട്ടികളായി കഴിയുമ്പോൾ തന്നെ നമ്മളൊരു ക്ലബിന്റെ റിങ് ഉണ്ട്. ആ റിങ് ഇടും. നമ്മ വലുതായി കഴിഞ്ഞ് ഇടാൻ പറ്റൂല, ഊരാനും പറ്റൂല. ക്ലബിന്റെ റിങ് അതൊരു കൂടിങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ ഇടും. അത് കഴിഞ്ഞ ഒരു 58 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മ ഈ ബ്രീഡിങ് കൂട്ടിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ മുകളിൽ ലോഫ്റ്റ് ഉണ്ട്, ലോഫ്റ്റിലേക്ക് മാറ്റും. പിന്നെ ലോഫ്റ്റിൽ തന്നെ ഒരു പരിചയപ്പെടുത്തലൊക്കെ പുറത്തേക്ക് അയച്ചിടും. കഴിഞ്ഞ വർഷത്തെ പോയിന്റ് പ്രകാരം അഭിലാഷിന്റെ പ്രാവുകൾ റണ്ണറപ്പായിരുന്നു. ഈ വർഷം ഇതുവരെയുള്ള പോയിന്റുകൾ പ്രകാരം അഭിലാഷാണ് മുന്നിലുള്ളത്. കേരളത്തിൽ ഒരുമിക്ക സ്ഥലത്തും ക്ലബുകളുണ്ട്. അപ്പൊ ഒരേ ക്ലബിന്റെ മത്സരം 1000 നടത്തുന്നവരുണ്ട്, 1500 നടത്തുന്നവരുണ്ട്. അപ്പൊ ഒരേ മത്സരത്തിനും ഇങ്ങനെ ഒരേ പോയിന്റാണ്, 10 പോയിന്റാണ് വരുന്നത്. 10 ബേഡ് ബോർഡിംഗ് ടൈമിൽ കയറണം. അതാണ് പോയിന്റ് കൂട്ടണം. ലാസ്റ്റ് മത്സരം കഴിയുമ്പോഴാണ് പോയിന്റ് ഒന്നിച്ച് കൂട്ടുന്നത്. ഞാനിപ്പോൾ ഇതൊരു 3ാമത്തെ കൊല്ലമാണ്. ആദ്യത്തെ കൊല്ലം അധികം ബേഡുകൾ എന്തെങ്കിലും ഉണ്ടായില്ല. അങ്ങനെ ഒരു 1000 വരെ വിട്ട്, പക്ഷെ വന്നില്ല. 2ാമത്തെ കൊല്ലം എനിക്ക് 1002 ബേഡ് വന്നു. പിന്നെ റണ്ണറപ്പായിരുന്നു ഞാൻ. ഈ കൊല്ലം ഇപ്പം പോയിന്റിൽ ഫസ്റ്റ് നിൽക്കണം. ഇപ്പം നാളെയാണ് 1100 മത്സരം ഇവിടെ നിന്ന് കൊണ്ടുപോകണത്. പന്തയ പ്രാവുകളുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചെടുത്താണ് പുതിയ താരങ്ങളെ ഒരുക്കുന്നത്. സൂര്യന്റെ ദിശ കണക്കാക്കിയാണ് ഇവ ലക്ഷ്യസ്ഥാനത്തെത്തുക. പന്തയ പ്രാവുകളെ നഷ്ടപ്പെടുന്ന കഥയും ഉടമകൾക്ക് പറയാനുണ്ട്. പ്രാപിടിയന്മാരായ ഫാൽക്കനുകളാണ് പന്തയ പ്രാവുകളുടെ പ്രധാന ശത്രുക്കൾ. ലക്ഷ്യം നോക്കി പറക്കുന്ന പ്രാവുകളെ ഫാൽക്കൺ ആക്രമിക്കും. ഗുരുതരമായി പരിക്കേറ്റാൽ പോലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഇവ ലക്ഷ്യസ്ഥാനത്തെത്തും. യാത്രാമധ്യേ വെള്ളം കുടിക്കാനും മറ്റും നിലത്തിറങ്ങുന്ന പ്രാവുകളെ ചിലർ പിടികൂടാറുണ്ട്. ഇത്തരത്തിൽ പിടിയിലാവുന്ന പ്രാവുകൾ ഏതെങ്കിലും വിധത്തിൽ സ്വതന്ത്രരായാൽ പഴയ ഉടമയെ തേടിയെത്തും. ഈ കൊല്ലം ഭയങ്കര മിസ്സിംഗ് ആണ് പലവരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ അധികം കാണൂല, ഇവിടെ ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പറത്തുമ്പോൾ തന്നെ ചിലപ്പോൾ ഒന്ന് അടിച്ചു കൊണ്ടുപോകും. ഇവിടെ പറക്കണാണുമ്പോൾ ഇവരൊന്നിച്ച് പറക്കണാണുമ്പോൾ ഈ അറബിയുടെ കയ്യിൽ ഇരിക്കുന്നൊക്കെ ഒരു സാധനമില്ല. അതേകൂടെ തന്നെ പല ഇനങ്ങളുണ്ട്. വരണ വഴിക്ക് ഇവരടിക്കും, ഒന്നിച്ച് വരണ വഴിക്ക്. അപ്പോൾ ഇവർ ചിന്നിച്ചിതറും, പല ഭാഗത്തും പോകും. പിന്നെ ഒരു ലൊക്കേഷൻ പിടിച്ച് വരണമെങ്കിൽ സമയം എടുക്കും. പറന്ന് തളർന്ന് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ആരെങ്കിലും പിടിച്ചെടുക്കും. അങ്ങനെയൊക്കെയാണ് ഇവർ മിസ്സാവണത്. അല്ലെങ്കിൽ ഇവർ ജീവനുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് തന്നെ വരും, അത് ഉറപ്പാണ്. ഫാൽക്കൻ അടിച്ചിട്ട് വരെയും പറഞ്ഞിട്ടുണ്ടല്ലോ അവർ. നെഞ്ചൊക്കെ കീറി ഇങ്ങനെ പൊളിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ ഇവിടെ കഴിഞ്ഞ് ഇപ്പം ഞാൻ പ്ലാസ്റ്റിക് ഇട്ട് വന്നിട്ട് വെള്ളം കുടിക്കുമ്പോൾ പുറത്തേക്ക് വരും. ബെൽജിയത്തിൽ ആരംഭിച്ച ഈ പന്തയത്തിന് തമിഴ്നാട്ടിലും ഏറെ പ്രചാരമുണ്ട്. പരിചരണവും പ്രത്യേക ഭക്ഷണവും ഉൾപ്പെടെ വലിയ ചെലവാണ് ഉടമകൾക്കുണ്ടാവുക. എന്നാൽ പന്തയങ്ങളിൽ വിജയിയാകുന്നതിലൂടെ ലഭിക്കുന്ന ലഹരി ചെലവിനും അപ്പുറത്താണെന്ന് അഭിലാഷ് സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മളിപ്പോ എന്തേലും ഒരു 70-60 രൂപയുടെ ബേഡുകൾ വരെ ഉണ്ട്. ഞാൻ ഓപ്ഷൻ ലേലം വിളിച്ചെടുത്തു. പക്ഷെ ആ ബേഡുകൾ അവിടെ പറന്നെന്ന് വിചാരിച്ച് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് അതിന് ബ്രീഡ് ചെയ്താൽ പറക്കണമെന്നില്ല. കാഴ്ചയിൽ അമ്പലപ്രാവുകളോട് സാദൃശ്യമുള്ള പന്തയ പ്രാവുകളിൽ 5000 മുതൽ കോടികൾ വിലയുള്ളവയുണ്ട്. പ്രതീക്ഷയുടെ ആകാശത്ത് ലക്ഷ്യം നോക്കി പറന്നുയരുന്ന പ്രാവുകളുടെ ചിറകടിക്ക് കാതോർത്തിരിക്കുകയാണ് അഭിലാഷിനെ പോലുള്ള പന്തയ പ്രേമികൾ. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.
MS ലിഷോയാണ് നമ്മുടെ കൂടെയുള്ളത്. ലിഷോയി, പന്തയപ്രാവുകൾ, ആ മത്സരത്തിന്റെ ഇനം, അത് തിരികെ വരുന്നു എന്ന് പറയുമ്പോൾ വിജയിച്ച് തിരികെ എത്തുന്നത് വരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഉടമ അഭിലാഷ്. അങ്ങനെ പറയുമ്പോൾ ശരിക്കും തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കേൾക്കുമ്പോൾ വലിയ ആകാംക്ഷയും കൗതുകവും ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലേ? കുട്ടിക്കാലത്ത് ഒരുപാട് ആളുകളുടെ ഒരു ഹോബിയാണ് ഓരോരോ അരുമ ഈ പക്ഷികളെ ആയാലും മൃഗങ്ങളെയൊക്കെ വളർത്തുക എന്നുള്ളത്. അതിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പ്രാവിനെ വളർത്തുക എന്നുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ വലിയ റേസിംഗ് ഒക്കെ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ദീർഘദൂരം പറന്നു വരുന്നതൊന്നും അല്ല. സാധാരണ അമ്പലപ്രാവുകളും അല്ലെങ്കിൽ മറ്റ് നാടൻ പ്രാവുകളും ഒക്കെ തന്നെയായിരുന്നു വളർത്തിയിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഈ കുട്ടിക്കാലത്ത് തുടങ്ങിയ ആ ഒരു ഹോബി ഈ അഭിലാഷിൻ്റെ ഇപ്പോൾ അത് ഏത് തലം വരെ എത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായി കാണാൻ കഴിയാവുന്നതാണ്. നമുക്ക് ആ പ്രാവുകളൊക്കെ കാഴ്ചയിൽ കാണുമ്പോൾ ഒരുപക്ഷെ സാധാരണ നാടൻ അമ്പലപ്രാവുകളെയൊക്കെ പോലെ തോന്നും എങ്കിൽ പോലും പക്ഷേ അതിനൊക്കെ വലിയ വിലയുണ്ട്. അതിന് മാത്രമല്ല അതിനെയൊക്കെ ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. കിലോമീറ്ററുകളോളം, അതായത് 100 കിലോമീറ്ററൊക്കെ അകലെ ആ പ്രാവിനെ കൊണ്ട് വെച്ച് അതിന് ശേഷം ഈ ഉടമസ്ഥൻ്റെ അടുത്തേക്ക് തന്നെ കിലോമീറ്ററുകളോളം പറന്നെത്തുക എന്നൊക്കെ പറയുന്നത് നമുക്കൊക്കെ അതിശയം തോന്നിയേക്കാം. പക്ഷേ ഇതൊരു ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്ന വലിയൊരു കൂട്ടം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ വലിയ ഒരു ഊർജവും അതുപോലെ തന്നെ ആവേശവും ഒക്കെ തന്നെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെ തന്നെ വലിയ വാശിയോടുകൂടി ഇത്തരം മത്സരങ്ങൾ പങ്കെടുക്കുന്നവരുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ചെറിയൊരു കാര്യമല്ല ഇത്തരം പ്രാവുകളെ ഇങ്ങനെയൊക്കെ 100 കിലോമീറ്ററൊക്കെ അകലെ 100-200 കിലോമീറ്ററൊക്കെ അകലെ കൊണ്ടുവച്ചതിന് ശേഷം തിരികെ ഈ യജമാന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഇത് വളർത്തുന്ന ആളുടെ അടുത്തേക്ക് പറന്നെത്തുക എന്ന് പറയുന്നത് വളരെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന. ശരിയാണ്, അതാണ് ആ കൗതുകത്തോടു കൂടി കേട്ടിരുന്നത്. ശരിക്കും അതിൽ പറയുന്നുണ്ട് തുടക്കം മുതൽ അവസാനം വരെയുള്ള ചെലവുകളൊന്നുമല്ല, അതിൽ നിന്നും ആ വിജയം ലഭിക്കുമ്പോഴുണ്ടാകുന്നത് അല്ലെങ്കിൽ അവ തിരിച്ചു വരുമ്പോഴുണ്ടാകുന്ന ഒരു ലഹരിയുണ്ട്. അതാണ് എല്ലാത്തിനും അടിസ്ഥാനം എന്നുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടിയാണ് ഇപ്പോൾ ലിഷോയ് സംസാരിച്ചത്.